ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചക്രലാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഗ്രാഫ്റ്റിംഗ്, മാംഗോ ഗ്രാഫ്റ്റിംഗാണ്. അപ്പോൾ നമുക്ക് ഇതിലൊരു ഷയോണ് ഗ്രാഫ്റ്റ് ചെയ്യണം. ഇതൊരു റൂട്ട് സ്റ്റോക്കാണ്. ഇതിലൊരു ഷയോണ് ഗ്രാഫ്റ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ അതിൻ്റെ ഷയോണൊക്കെ നമ്മൾ കളക്ട് ചെയ്തത് കുറേയേറെ ഷയോണൊക്കെ ഉണ്ട്. അപ്പോൾ 2-3 മാവിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ഷയോണ് നമ്മൾ എടുത്താണ്. നല്ല മാങ്ങയുള്ള മൂവാണ്ടൻ മാവ്, അങ്ങനെ 2-3 ഐറ്റംസ് മാവ് ചെയ്തൊക്കെ ആ പേരറിയില്ല. അപ്പോൾ അതിൽ കളക്ട് ചെയ്താണ്. നല്ല കണ്ടമാനം മാങ്ങ ഉണ്ടാകുന്ന മാവിൽ എടുത്ത കട്ട് ചെയ്താണ്. അപ്പോൾ ഇതാണത് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം കൈയൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇതിന് വേണ്ട സാധനം ഒരു കട്ടറ്, വെഡിങ് ടേപ്പ്, അതുപോലെ ഷയോണ്, പിന്നെ അതിൻ്റെ റൂട്ട് സ്റ്റോക്കും. ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ സിപ്പപ്പിൻ്റെ കവർ ഇടണം. സിപ്പപ്പിൻ്റെ കവർ നമ്മൾ എടുത്തില്ല, വേറെ എന്തെങ്കിലും ഒരു കവർ ഇടണം. അപ്പോൾ അത്രയും മതി. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിലേക്കും വണ്ണം കുറച്ച് കൂടുതലാണ്. എന്നാലും നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് റെഡിയാക്കി സൈഡ് ഒപ്പിച്ച് വെച്ചും കഴിഞ്ഞ് ചുറ്റിയാൽ മതി. ഈ ലേശം വണ്ണം കൂടുതലാണ് എങ്കിലും നമുക്ക് ഒപ്പിക്കാം. നല്ല ഷയോണാണ്. ഇതൊക്കെ ഒരുപാട് മുമ്പുള്ള 10, 25, 30 വർഷം മുമ്പുള്ള മാവിൻ്റെ ഷയോണുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്യാം. നമ്മൾ ബ്ലേഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, കത്തി കൊണ്ടല്ല. ബ്ലേഡ് കൊണ്ടാണ് ചെയ്യുന്നത്. ബ്ലേഡ് കത്തിയാൽ പ്രശ്നമില്ല. നല്ല കത്തിന് ഇപ്പം നല്ല കത്തിയില്ലാത്തത് കൊണ്ട് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചതിഞ്ഞ തലഭാഗം ഒന്ന് ചെത്തി റെഡിയാക്കുക. ചിലപ്പോൾ ഈ കട്ടർ കൊണ്ട് ഇതാക്കുമ്പോൾ ഒന്ന് ചതങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഷയോൺ ഇവിടെ ഇതാണ്. ഈ ഷയോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മൂവാണ്ട മാവിൻ്റെ ആണ് ഷയോൺ. അടിപൊളി മാവാണ് ഇത്. നമ്മളൊരു വലിയ മാമെന്ന് ഒരുപാട് പാക്കുള്ള മാവാണ്. അപ്പം മാമെന്ന് കളക്ട് ചെയ്താണ്. അപ്പോൾ നമ്മളിവിടെ ഇത്രയും ഒരു 2-2.5 ഇഞ്ച് നീളം മതി. അപ്പോൾ ഇവിടെയാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ ഒന്ന് ചെത്തി റെഡിയാക്കി ഇനി അത് ഒരു ആപ്പാകൃതിയിൽ ചെത്തിയെടുക്കണം. കറക്റ്റായിട്ട് ആപ്പാകൃതിയിൽ കട്ടി കുറച്ച് ചെത്തിയെടുക്കണം. അപ്പോൾ 2 വരെ ആപ്പാകൃതിയിൽ ചെത്തിയെടുക്കണം. അതിന് വണ്ണം വ്യത്യാസമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെയ്യാൻ ശേഷം കൂടി താഴെ വെച്ച് കട്ട് ചെയ്തോളാം. എന്നാട്ടെ ഇതൊന്ന് ചെത്തിയെടുക്കാം. വളരെ നൈസായിട്ട് ചെത്തി, വളരെ കട്ടിയെടുത്ത്. നമ്മൾ ശ്രദ്ധിക്കണം, ബ്ലേഡാണ്. ബ്ലേഡ് പാളിപ്പോവും. പാളിപ്പോയാൽ പിടുത്തം വിടും. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. 2 സൈഡും ചെത്തിയെടുക്കുക. നല്ല മൂർച്ചയുള്ള ഷാർപ്പായ കത്തി ഉണ്ടായാൽ മതി. ബ്ലേഡ് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കത്തിയാണ് പിടിക്കാൻ സുഖമുണ്ടാകുക. ബ്ലേഡ് നമുക്ക് കയ്യിൽ പിടിക്കാൻ പാളിപ്പോയാലും പ്രശ്നം. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ 2 സൈഡിലുള്ള തൊലിയാണ് റൂട്ട് സ്റ്റോക്കിൽ ഒട്ടിപ്പിടിക്കുക. ഈ സൈഡിലുള്ള തൊലി ഏതെങ്കിലും ഒരു ഭാഗം, രണ്ടും കനം റെഡി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം യോജിപ്പിച്ചേക്കുക.
ഏതെങ്കിലും ഒരു ഭാഗം യോജിപ്പിച്ച് ഞാൻ പിന്നെ ടേപ്പ് ചുറ്റിയാൽ മതി. അപ്പോൾ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊരു കീറിടണം. റൂട്ട് സ്റ്റോക്ക് ഇപ്പോൾ ഒരു 2-3 മാസമായ റൂട്ട് സ്റ്റോക്കാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ചെയ്യുന്നത്. നടുക്ക് സെൻട്രലായിട്ട് കീറലുണ്ട്. പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ഞാനും ശ്രദ്ധിച്ച് ചെയ്യണം, ചെയ്യുന്നവർ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പണി പോളും. പിന്നെ റൂട്ട് സ്റ്റോക്ക് വേറെ കൊണ്ടുപോയി തരും. ഇത് നമുക്ക് അത്രയും മതി. അപ്പോൾ ഈ റൂട്ട് സ്റ്റോക്ക് ഇതിലേക്ക് മെല്ലെ ഇറക്കി വയ്ക്കുക. വളരെ സ്ലോവിൽ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു ഭാഗം നമ്മൾ ക്ലിയറാക്കി വെക്കുക. വണ്ണം കൂടുതലാണെന്ന് വെച്ചാൽ ഒന്നും പേടിക്കണ്ട, അതൊക്കെ പെട്ടെന്ന് ശരിയായിക്കോളും. ഒരു ഭാഗം നമ്മൾ തൊലി തമ്മിൽ യോജിപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതാണ് ടേപ്പ്, വെൽഡിങ് ടേപ്പ്, ഗ്രാഫിറ്റിംഗ് ടേപ്പ്. അപ്പോൾ ഈ ടേപ്പ് നമ്മൾ വളക്കടയിലൊക്കെ കിട്ടും. ഒരു 50 രൂപ കൊടുത്തിട്ടാണെങ്കിൽ ചെറിയ റേറ്റിന് കിട്ടും. പിന്നെ വീതിയുള്ളോ വീതിയില്ലാത്തതൊക്കെ ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം ടൈറ്റാക്കി ചുറ്റി കെട്ടണം. താഴേന്ന് മേലോട്ടാണ് ചുറ്റുക, അടിപൊളിയായിട്ട് ചുറ്റിങ്ങാനും മോള് കെട്ടണ്ട, ഈ ഗ്രാഫ്റ്റ് ചെയ്ത കട്ടിങ് വരെ നല്ലോണം കെട്ടുക. സൂപ്പറായിട്ടുണ്ട് ചുറ്റുക, വെള്ളം ഇറങ്ങാതെ. ഇനി ഇതൊന്ന് വലിച്ചിട്ട് നല്ലോണം ചുറ്റി കെട്ടിക്കളയാം. ഇത്ര അടിപൊളിയായിട്ട് ഒരു 15-20 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം ഇത് വിജയിച്ചിക്കോ അല്ലേ. വിജയിച്ചിക്കെങ്കിൽ ഇത് പച്ചയായിട്ട് നിൽക്കും. അപ്പോൾ കവർ ഷിപ്പപ്പിൻ്റെ കവറുമാണ് ഒഴിവാക്കി കൊടുക്കാം. നല്ലോണം ഇവിടെ ഈ പ്ലാസ്റ്റിക് എല്ലാം വലിഞ്ഞ് മുറും. ഇവിടെ വണ്ണം വെക്കുമ്പോൾ അപ്പോൾ നമ്മളിത് പ്ലാസ്റ്റിക്കിൻ്റെ ചുറ്റിയത് കഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ മേലൊരു ഷിപ്പപ്പിൻ്റെ കവർ നമ്മളിട്ടില്ല, അത് നമുക്ക് മറ്റുള്ളൊരു എന്തെങ്കിലും ഒരു കവർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് കെട്ടി കൊടുക്കുക. ഇത്രയാണ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ പരിപാടി. ഈ ഗ്രാഫ്റ്റിങ് ആർക്കും ചെയ്യട്ടോ, ഒരു പ്രശ്നവുമില്ല. ആദ്യമൊക്കെ ചിലപ്പോൾ ഒന്ന് പരാജയപ്പെടുന്നുള്ളൂ, പക്ഷേ പിന്നെ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. ആദ്യമൊക്കെ ചെയ്തൊക്കെ കുറേ പരാജയപ്പെട്ടു. ഒരു 10 ചെയ്യുമ്പോൾ ഒന്നൊക്കെ ശരിയാണ്. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ക്ലിയറാകുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മഴ അടിഞ്ഞ മഴ ചെയ്യുന്നവർക്ക് നല്ല, മഴ അങ്ങനെ ചെറുതായിട്ട് മഴയുള്ള സമയത്തൊക്കെ ചെയ്യണമല്ലേ, അപ്പോൾ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വെറുതെ ഒന്ന് തള്ളി വിട്ടാൽ മതി, ഒന്ന് ലൈക്കല്ലേ, ലൈക്ക് അടിച്ചപ്പോൾ ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ വീഡിയോ ഇവിടെ എന്നെപ്പിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഓണാശംസകൾ.